ഹായ്, ഐ ആം അജ്മൽ റിഷാൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനർ ഇൻ ടെക്കോറിസ് ഡിജിറ്റൽ അക്കാഡമി. നിങ്ങൾ എന്തിന് SEO പഠിക്കണം? നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ബിസിനസ്സിനും വെബ്സൈറ്റ് ഉണ്ട്. അവരുടെ ഓൺലൈൻ പ്രസൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു വെബ്സൈറ്റ് ഉള്ളതുകൊണ്ട് മാത്രം ഓൺലൈൻ പ്രസൻസ് ഇൻക്രീസ് ചെയ്യോ? ആ ഒരു വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റിലേക്ക് വിസിറ്റ് ചെയ്യുന്നുണ്ടാവുക ആ ഒരു ബിസിനസ് നെയിം അറിയുന്ന ആളുകൾ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഡൊമൈൻ നെയിം അറിയുന്ന ആളുകൾ മാത്രമായിരിക്കും വിസിറ്റ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ആ ഒരു ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ആളുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് ആവശ്യമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷെ ആളുകൾ സെർച്ച് ചെയ്യുന്നുണ്ടാവുക അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസസുകൾ വെച്ചിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്യുന്നതിൽ ആ ഒരു വെബ്സൈറ്റ് ടോപ്പ് പൊസിഷനിലേക്ക് എത്തണം. അതായത് ഗൂഗിൾ പോലെയുള്ള സെർച്ച് എഞ്ചിനുകളിൽ SERP പേജ്, അതായത് സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജിൽ ടോപ്പ് പൊസിഷനിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ SEO ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. SEO എന്ന് പറഞ്ഞത് നമ്മൾ ഓർഗാനിക്കലി സെർച്ച് എഞ്ചിൻ റിസൾട്ടുകളിൽ നമ്മളുടെ വെബ്സൈറ്റ് ടോപ്പ് പൊസിഷനിലേക്ക് എത്തിക്കുന്നതിനുള്ള ആക്ടിവിറ്റീസുകളാണ്. SEO എന്ന് പറഞ്ഞത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നമുക്ക് അവിടെ ഒരു പെയ്ഡ് ആഡ്സിൻ്റെ ഒന്നും ഹെൽപ്പ് ഇല്ലാതെ തന്നെ ഗൂഗിൾ പോലെയുള്ള സെർച്ച് എഞ്ചിനുകളിൽ നമ്മുടെ വെബ്സൈറ്റ് എത്തിക്കാം. SEO നമുക്ക് ഓർഗാനിക് റിസൾട്ട് തരുന്നതോടുകൂടെ തന്നെ നമുക്ക് SEO റിസൾട്ട് ആളുകളുടെ ഇടയിലേക്ക് നമുക്ക് ക്രെഡിബിലിറ്റി ഇൻക്രീസ് ചെയ്യും. കാരണം SEO റിസൾട്ട് എപ്പോഴും നമുക്ക് ഒരു ട്രസ്റ്റ് വർത്ത് ആയിരിക്കും. ആളുകൾ നോക്കുന്ന സമയത്ത് പെയ്ഡ് ആഡ്സിനേക്കാൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നുണ്ടാവുക SEO ചെയ്തിട്ടുള്ള ഗൂഗിളിൽ നിന്നുള്ള റിസൾട്ടുകളായിരിക്കും. SEO എന്ന് പറയുന്നത് ഒരു ലോങ് ടേം അസറ്റ് ആണ്. നമ്മൾ SEO ചെയ്ത് ഒരു ബ്ലോഗ് റൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മാസങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ വർഷങ്ങളോ അതിൽ നിന്ന് നമുക്കൊരു റിസൾട്ടുകൾ ലഭിക്കും. ഇനി നമ്മൾ SEO ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മളൊരു വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അതൊരു ഓൺലൈൻ ബ്രൗഷർ പോലെ മാത്രമായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പെയ്ഡ് ആഡ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം. നമ്മളുടെ കസ്റ്റമേഴ്സ് ആവാൻ ചാൻസസ് ഉള്ള ആളുകളൊക്കെ നമ്മളെ കോമ്പറ്റീറ്റേഴ്സിനായിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടാവുക. ഇനി നമുക്ക് ഏതൊക്കെ ടൈപ്സ് ഓഫ് SEOs ഉണ്ട് നോക്കാം. അതിൽ ഒന്നാമത്തതാണ് ഓൺ പേജ് SEO, രണ്ടാമത്തതാണ് ടെക്നിക്കൽ SEO, മൂന്നാമതായിട്ട് ഓഫ് പേജ് SEO, പിന്നെ ലോക്കൽ SEO. ഓൺ പേജ് SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മുടെ പേജുകൾ നമ്മൾ ചെയ്യുന്ന SEO ആക്ടിവിറ്റീസുകളാണ് ഓൺ പേജ് SEO ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കണ്ടന്റ് ഒപ്റ്റിമൈസേഷൻ, മെറ്റാ ടൈറ്റിൽ, മെറ്റാ ഡിസ്ക്രിപ്ഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഓൺ പേജ് SEOയിൽ വരുന്നത്. ഓഫ് പേജ് SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിന് പുറത്ത് നമ്മൾ ചെയ്യുന്ന SEO ആക്ടിവിറ്റീസുകളാണ് ഓഫ് പേജ് SEO ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അതായത് ലിങ്ക് ബിൽഡിംഗ് പോലെയുള്ള ആക്ടിവിറ്റീസുകളാണ് ഓഫ് പേജ് SEOയിൽ വരുന്നത്. മൂന്നാമതായിട്ട് വരുന്ന ടെക്നിക്കൽ SEO എന്ന് പറയുന്നത് നമ്മളുടെ ടെക്നിക്കൽ സൈഡുകളാണ്. അതായത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ സ്പീഡ്, മൊബൈൽ ഒപ്റ്റിമൈസേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ടെക്നിക്കൽ SEOയിൽ വരുന്നത്. അടുത്ത ലോക്കൽ SEO എന്ന് പറയുന്നത് നമ്മൾ ലോക്കൽ സെർച്ചസുകളിൽ നമ്മളുടെ വിസിബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസുകളാണ് ലോക്കൽ SEO എന്ന് പറയുന്നത്. അതിൽ പെട്ടെന്നാണ് നമ്മൾ GMB, ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് SEOയുടെ ബേസിക് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ. ഇനി നിങ്ങൾ എന്തിന് SEO പഠിക്കണം? നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം വെബ്സൈറ്റ് നിങ്ങൾക്ക് SEO ചെയ്ത് റാങ്കിങ്ങിലേക്ക് എത്തിക്കാം. ഇനി നിങ്ങളൊരു ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പല ബിസിനസ്സുകളുടെയും വെബ്സൈറ്റുകൾ ഫ്രീലാൻസ് ചെയ്തിട്ട് SEO ചെയ്ത് റാങ്കിങ്ങിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് ഇതുപോലെ വർക്ക് ചെയ്യാൻ ഓപ്ഷൻസുകളുണ്ട്. വെബ്സൈറ്റ് ഉള്ള ഏതൊരാൾക്കും ഇതുപോലെ തന്നെ SEO ചെയ്ത് നമുക്ക് റാങ്കിങ്ങിലേക്ക് അവരുടെ റിസൾട്ട് എത്തിക്കാൻ വേണ്ടി പറ്റും. ഇതുകൊണ്ടാണ് SEO ഡിജിറ്റൽ മാർക്കറ്റിംഗിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ടുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഓൺ പേജ് SEO എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം.